ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നതൊരു വീഡിയോ എന്താ വെച്ചാൽ കുറേ നാളിന് മുമ്പ് ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, മോംസ് റെസിപ്പി സീരീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം നമ്മളുടെ വീട്ടിലെ ഫുഡായിരിക്കും, നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡായിരിക്കും. അതിനകത്തൊക്കെ നമുക്കൊരു ടോപ്പ് ലിസ്റ്റ് കാണുമല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം അമ്മ ഉണ്ടാക്കുന്നതായാലും മമ്മി ഉണ്ടാക്കുന്നതായാലും അതുപോലെ തന്നെ മാമി, അപ്പന്മാർ, ഇളയമ്മ, അങ്ങനെ എല്ലാവരും നമ്മളുടെ വീട്ടിലെ ആൾക്കാരുണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അന്ന് ആ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഒരു റെസിപ്പി പോലെ ഈ സീരീസിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോകണമെന്ന്. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പല കാരണങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ അവർ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മമ്മി ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. മമ്മിയുടെ മീൻകറി എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഒരു സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, ആ ഒരു മീൻകറിയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ആ ഒരു റെസിപ്പി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് ലാസ്റ്റ് നമ്മളിട്ടൊരു പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിരുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സ് അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുമെന്ന്. ഞാൻ മെയിനായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പം എപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഇവരെല്ലാം ഫോൺ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പം അത് ഒഴിവാക്കാമല്ലോ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു മെയിൻ കാരണം. ഇവരുടെ റെസിപ്പീസൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമല്ലോ. അപ്പം അതായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു റെസിപ്പി നോക്കാം. അപ്പം വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മോംസ് റെസിപ്പി സീരീസ്. അപ്പം നമുക്ക് പോയി റെസിപ്പി അങ്ങോട്ട് കാണാം. വെയിറ്റ് ഒരു മിനിറ്റ്, ഞാൻ എവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടോ റംബുട്ടാൻ, നല്ല ഭംഗി തോന്നി എനിക്ക് ഈ ഫ്രെയിം. ഞാൻ കഴിഞ്ഞ വർഷവും ഇതേ ഫ്രെയിമിലിരുന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇന്നൊരു ഇൻട്രോ എടുക്കാം. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പം അതാണ്, നമുക്കിനി താഴോട്ട് പോകാം. മഴ ഇങ്ങനെ പൊടിച്ചു തുടങ്ങുന്നുണ്ട്. വേഗം നമുക്ക് ഇവിടുന്ന് ഓടാം. കമോൺ. അപ്പം നമ്മൾ കിച്ചണിലെത്തി. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാം ഇവിടെ റെഡിയാണ്. മമ്മി ചെയ്യേണ്ട അവിടെ ഓരോ സാധനങ്ങളായിട്ട് എടുക്കുന്നു. നമുക്ക് നമ്മളുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ അടുക്കളയിൽ കയറാമെന്നാണ് ബോസ് പറയുന്നത്. അപ്പം അതാണ്, നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്ന മീൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മീനാണ്. നമ്മളുടെ നാട്ടിൽ ഇതിനെ ചെങ്കലവ എന്നാണ് പറയുന്നത്. ചുവന്നിരിക്കുന്നതുകൊണ്ടായിരിക്കണം. പിന്നെ കിളിമീൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളിതാണ് കറി വെക്കാൻ പോകുന്നത്. കുറച്ച് വറക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പം മീനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള ഇന്നത്തെ കോമ്പിനേഷൻ നമ്മുടെ വാഴക്കൂമ്പ് തോരനാണ്. അപ്പം ഞങ്ങളുടെ റെസിപ്പി തുടങ്ങാൻ പോവുകയാണ്. അമ്മ ഇവിടെ അടുപ്പ് കത്തിച്ചു. നമ്മളുടെ മൺചട്ടിയിലാണ് ഇന്ന് മീൻകറി ആക്കുന്നത്. എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ആദ്യം എന്താണ് അമ്മി? വെളിച്ചെണ്ണ. അപ്പൊ വെളിച്ചെണ്ണ ഏകദേശം എത്ര സ്പൂൺ കാണും? അത് 2-3 സ്പൂൺ കാണുമോ? ചെറിയ സ്പൂണിന് 2-3 സ്പൂൺ. അതിനകത്തോട്ട് മമ്മി കുറച്ച് കടുകിട്ട്, എടുത്ത് വെച്ചേക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊരു കുടം ഇല്ലേ അമ്മി, ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത് മമ്മിയുടെ റെസിപ്പിയുടെ സ്പെഷ്യൽ ഐറ്റം ആണല്ലേ. മമ്മി കായം ഇടും മീൻ കറിക്കകത്ത്. ദെൻ നമ്മുടെ വടക്കംപുളി, അതും കുറച്ചിട്ടു. കുറച്ചെന്ന് വെച്ചാൽ ചെറിയൊരു പീസ് ഓഫ് ഇത്രയും ഉള്ള വടക്കംപുളി. നമ്മളുടെ കടുക് ഇവിടെ ആയി വരുന്നു. ഇനി എന്തിടാൻ പോന്നേ? ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ട ശേഷം മമ്മി ഇടുന്നത് വെളുത്തുള്ളി. ഇനി എന്താ ഇടുന്നത്? കായ ഇതിൻ്റെ കൂട്ടത്തിലിടുവോ? സോ കായം കൊണ്ടിട്ടു. ഇഞ്ചി വെളുത്തുള്ളി കായം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മമ്മി മിക്സ് ചെയ്യുകയാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ അരിഞ്ഞത് അല്ലേ മമ്മി? അതൊന്നും പറ, അല്ലേ വിചാരിക്കും ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്നു. ആണോ? മമ്മി എന്താ റോബോട്ടായോ? മമ്മി ക്യാമറ ഓൺ ആയപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മമ്മി പണ്ട് തൊട്ടേ എങ്ങനെയാണ് റോബോട്ടാവും. സോ അതിന് നന്നായിട്ട് ഇനി ഇത് ഫ്രൈ ആയി വരണോ? നല്ല ഫ്രൈ ആവണോ? അതോ ചെറിയ കളർ മതിയോ? എന്നാലും അത്യാവശ്യം അത് നന്നായിട്ട് വെന്ത് വരണം അല്ലയോ? കായ നന്നായിട്ട് വീർക്കുന്നല്ലോ. കൂടുതലായിരിക്കും ഇത്? അല്ല, ഞാനും ആദ്യമൊക്കെ മമ്മി ഇടുമ്പം ഞാൻ ആലോചിക്കും കായമൊക്കെ എന്തിനായിരിക്കും ഇടുന്നേ. പക്ഷെ കറി കഴിക്കുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നത്. സോ നല്ല കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി ഇതിനകത്ത് ലയിച്ച് ചെയ്തു. അപ്പം ഇത് നന്നായിട്ടൊന്ന് അതാണ് എൻ്റെ ഐഡിയ. കറിവേപ്പില ആൾക്കാർ വറക്കി കളയുന്നത് കൊണ്ട്
ഞാനങ്ങ് അരിഞ്ഞ് ചേർക്കും. അന്നേരം ആർക്കും പറക്കാൻ പറ്റില്ല. ഇതങ്ങ് ചെറുതാവും, ശ്രങ്ക് ചെയ്ത് വരും നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക്. അപ്പം നമ്മളുടെ ഫസ്റ്റ് കൂട്ട് ഇതാണ്. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടല്ലേ ഇനി ബാക്കിയുള്ളത് ആഡ് ചെയ്യും. ബാക്കിയുള്ളത് ആഡ് ചെയ്യാൻ വേണ്ടി മമ്മി ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, പൊടികൾ എല്ലാം ഉണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. മമ്മി ഈ റെസിപ്പി എവിടെ നിന്നാണ് കിട്ടിയത്? പറ, എവിടുന്ന് പഠിച്ചതാ? ഓ, അവിടെയും നമ്മക്കിട്ട്. കൊള്ളാം കൊള്ളാം. മമ്മിയുടെ വീട്ടിലെ റെസിപ്പിയാണോ ഇത്, അതോ ഇവിടുത്തെ ആണോ? മുളകിട്ട മീൻകറി. ഇത് ആക്ച്വലി ഒരു കോട്ടയം സ്റ്റൈലുണ്ട് ഇതിനല്ലേ? മമ്മി കോട്ടയത്ത് പോയില്ലെങ്കിലും മമ്മിയുടെ മീനൊരു കോട്ടയം സ്റ്റൈലുണ്ട്. ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്ത്, കുടംപുളി ആണ് ഇതിന് നല്ലൊരു പുളിയുടെ ഫ്ലേവർ കൊടുക്കുന്നത്. സോ ഇതിൽ ഹൈലൈറ്റ് പാർട്ടാണത്. ഇപ്പം നമ്മളിനി പൊടി ഇടാൻ പോവുകയാണെല്ലാം. ഫസ്റ്റ് എന്താ ഇടുന്നേ? 2 സ്പൂൺ എരിവുള്ള മുളക് ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഇട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ, ഇല്ലെങ്കിൽ പൊടി വേഗം കരിയും. അത് ഇടുന്ന മമ്മി കാശ്മീരി ചില്ലി ഒരു 1.5 സ്പൂണോളം മമ്മി ഇടും. ഇതെല്ലാം ചെറിയ സ്പൂണിൻ്റെ ആണ്, വലിയ സ്പൂണല്ലേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഇടുന്നത് മല്ലിപ്പൊടി. അത് എത്ര സ്പൂണാ? ഒരു ചെറിയ 1.5 സ്പൂൺ എന്നൊക്കെ പറയാം. എന്നിട്ട് ഈ പൊടി നന്നായിട്ട് ഫ്രൈ ആക്കണം അല്ലേ? ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറണം. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തു. പൊടി ഇങ്ങനെ ചൂടാകുമ്പോൾ നമുക്ക് ചുമ വരും, സ്വാഭാവികം. ഇനി നമ്മുടെ ഈ ഒരു കൂട്ട്, ഈ ഒരു മസാല ഇട്ട വെള്ളം, അതിലോട്ട് എന്താ മമ്മി? ഉപ്പ് എത്ര? ഉപ്പ് അവരവരുടെ ആവശ്യത്തിന്. ഇപ്പോൾ ഏകദേശം ഒരു കുഞ്ഞു സ്പൂണിനാണെങ്കിൽ 1/4 സ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് തിളച്ച് വരണം. അതിലോട്ടാണ് നമ്മൾ ഇനി മീനിടാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് തിളച്ചിട്ട് കാണാം. മമ്മി എന്തോ പൊടി ഇട്ടില്ലായിരുന്നോ? എന്തോ ഇത് ചുമച്ചതുകൊണ്ട് നമ്മൾ ഉലുവാപ്പൊടി ഇപ്പോഴാണ് ഇട്ടത്. അത് എത്ര ഇട്ട? കുറച്ചല്ലേ ഉള്ളു. ഉലുവാപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടില്ലായിരുന്നു. അപ്പൊ ഇത് വരട്ടുന്ന സമയത്ത് ഇട്ടാലും പോരാ ഇത്? ഓക്കെ. അന്നേരം വരട്ടുന്ന സമയത്ത് ഉലുവാപ്പൊടി മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ഇടാം. പിന്നെ കുരുമുളക് പൊടി നമുക്ക് എപ്പം വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ ഫ്ലേവറാണ് അത്. വളരെ കുറച്ച്. ഇവിടെ എല്ലാവരും കുരുമുളക് ആരാധകരായതുകൊണ്ടായിരിക്കണം മമ്മി കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് കരോ. എനിക്ക് ഈ മീൻകറി ഇത്ര ഇഷ്ടമാകാൻ കാരണം ഞാൻ ഈ മീൻകറി ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല. കാരണം നമ്മളുടെ വീട്ടിൽ തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത്. മുളകിട്ട മീൻകറിയേ കഴിച്ചിട്ടില്ല. അത് കൂടുതൽ കല്യാണത്തിനൊക്കെ പോകുമ്പോഴൊക്കെ ആയിരിക്കും മുളകിട്ട മീൻകറി കഴിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് മമ്മിയുടെ സ്പെഷ്യലാണ് ഇവിടുത്തെ മുളകിട്ട മീൻകറി. അതിപ്പം കേര ആയാലും മത്തി ആയാലും എല്ലാ മീനും സെയിം അല്ലയോ മീ? സെയിം റെസിപ്പി അല്ലയോ? ഫിഷ് മാറുന്നേ ഉള്ളൂ. ചിലപ്പം വലിയ മീനൊക്കെയാണ് കുറച്ച് മസാലയുടെ ക്വാണ്ടിറ്റി, അതറിയാമല്ലോ. ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ച് മസാല കൂടുതൽ ഇടണമല്ലോ. അപ്പം കൂട്ടൊക്കെ സെയിം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മീൻകറി ഇത്ര ഇഷ്ടമായത്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ആ ഒരു വീട്ടിലെ ടേസ്റ്റുള്ള മീൻകറി കഴിച്ചത്. അപ്പം അന്ന് തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. അമ്മ ജസ്റ്റ് മീൻ എൻ്റെ പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചു. ഇനി അതങ്ങ് അടച്ചു വെച്ചും തിളപ്പിക്കുമ്പോൾ വേഗം തിളച്ച് വരും. ചെറിയ തീയിലിട്ടിട്ട് വേണം നിങ്ങൾ അത് കുക്ക് ചെയ്യാൻ. നല്ല ഒരു ഫ്ലേവറൊക്കെ പിടിക്കും. മമ്മി നമ്മുടെ കൊഞ്ചിൻ്റെ വീഡിയോ ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ട് കുക്ക് ചെയ്ത് നല്ലതാന്ന് പറഞ്ഞു. എന്താണ് മമ്മിക്ക് പറയാനുള്ളത്? കേട്ടില്ല, ഇങ്ങോട്ട് നോക്കി പറ. അറിയാത്തവരെല്ലാം പഠിക്കട്ടെ. അപ്പൊ ഇതും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നോക്കി പഠിക്കാം അല്ലയോ? തിളച്ച് വന്നു. അടച്ചു വെച്ചപ്പോൾ പെട്ടെന്ന് തിളയ്ക്കും. വേഗം തന്നെ തിളച്ച്. എന്നിട്ട് ഇനി മീൻ അങ്ങോട്ട് ഇടുക. ഇനി ആ മീൻ അങ്ങോട്ട് കിടന്ന് തിളച്ച്, ചെറിയ തീ കിടന്ന് തിളച്ച് ഇങ്ങനെ കുറുകി വരണം. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മുടെ മീൻകറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് മഴയുടെയൊക്കെ ഒരു കോൾ ഉണ്ടെന്നുണ്ടായാലും നല്ല ചൂടാണ്. അതുകൊണ്ട് ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിലൊരു ശബ്ദം നിങ്ങളിങ്ങനെ ശുശുശുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. അരച്ച് നമ്മളിനി മീൻ ഫ്രൈക്കുള്ള കൂട്ടും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചോറൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കുമ്പം ആ ഒരു മസാലയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പം ഞാനതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചതാണ് മമ്മി ചോദിച്ചത്. സോ ഇനി അത് മിക്സ് ചെയ്യുന്ന കാണിക്കാം. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈക്കുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണ് മമ്മി ഇട്ടത്? മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി.
ഇത്രയായിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചാൽ നമ്മൾ ഇത് ഫ്രൈ ആറാകുമ്പോഴത്തേക്ക് നല്ല പിടിച്ചിരിക്കും ഇല്ലേ? പൊടി കുറവാണോ? നമ്മി കുറച്ചും കൂടെ പൊടി ഇടുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഫ്രൈ ആകുമ്പോഴത്തേക്ക് അത് പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇന്ന് കുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കൂമ്പ് തോരനാണ്, വാഴക്കൂമ്പ് തോരൻ. അതുകൂടെ കഴിഞ്ഞാൽ കിച്ചണിലെ പരിപാടിയെല്ലാം ക്ലോസ്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. കുറുകണമല്ലേ ഇനി? ഒന്ന് ഒഴിച്ച് കാണിച്ചെമ്മീന്ന്. ഇപ്പോൾ ഈ ഒരു വെള്ളം പോലെ ഇരിക്കുകയാണ്. ഇത് നല്ല മസാലയൊക്കെ ആയിട്ട് കുറുകി വരും. അതാണ് നമുക്ക് വേണ്ട പരുവം. നിങ്ങൾക്ക് ആ ഒരു കളർ കാണാമല്ലോ. ഇത് കുറേ കൂടെ റെഡാവും ഇനി. അപ്പോൾ ഒന്നും കൂടെ എടുക്കും ആയി വരാൻ. പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ കറി അങ്ങനെ റെഡി ആയേക്കുവാണ്. നല്ല കുറുകി കളറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മ ഇതിനകത്തോട്ട് ഇനി എന്തിടുന്നേ? ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടായോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് ആഡ് ചെയ്യും. മമ്മി അത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട്. സോ കളർ കണ്ടു, അടിപൊളി. ടേസ്റ്റർ കണ്ണപ്പനിവിടെ റെഡിയാണ്. വേഗം തന്നോളൂ. തരിക. ചൂടുണ്ടോ? 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 അയ്യാ 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 അയ്യാ. ഒന്നും വേണ്ട, അടിപൊളി. എല്ലാം പെർഫെക്റ്റ് ഷെഫ്, സൂപ്പർ. നമ്മൾ ആദ്യം തന്നെ മീൻകറി റെഡിയാക്കി മാറ്റി വെച്ച്. അപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ആ ഒരു തണുത്ത് ആ ഒരു എരിവൊക്കെ പിടിച്ച് നല്ല കുറുകുറാന്ന് വരും. ആ സമയം കൊണ്ട് മീനൊക്കെ വറുക്കാൻ വെച്ചു. ചോറൊക്കെ വിളമ്പുവാണ്. ബാക്കി കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. ആ ഒരു മീൻ കറി ഇങ്ങനെ ഒഴിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നിങ്ങൾ നോക്കിക്കോ, ആ ഒരു കളർ കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. നല്ല റെഡ് കളറിൽ ഇങ്ങനെ കുറുകുറാന്നിരിക്കും. ഈ ചാറും ചോറൂടെ കഴിക്കുമ്പോഴൊരു ഫീല് വേറെ തന്നെയാണ്. ഇപ്പം നമ്മുടെ കറി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. മമ്മി കഴിക്കുന്നില്ലയോ? സോ നല്ല മീൻകറി തോരൻ കഴിച്ചിട്ട് കഴിക്കാം. അടിപൊളിയാണെന്ന് എനിക്കറിയാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എന്നോട് പറയുക. ഞാൻ കഴിക്കട്ടെ. ബൈ.